Hi, dear students, all of you welcome. MPS 003 എന്ന കോഴ്സ് കോഡിലെ MA പൊളിറ്റിക്കൽ സയൻസ് ഇഗ്നോയുടെ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പേപ്പറാണ് ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിലെ 27ാമത്തെ യൂണിറ്റ് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന നെയിമാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ചാപ്റ്റർ യൂണിറ്റ് 27 ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ്, ദറ്റ് ഈസ് ദി നെയിം ഓഫ് ദി ചാപ്റ്റർ. ഓക്കെ, you see, democracy and development, it denotes two contradictory points about their assessment. One, democracy, second one, development. So the democracy and development have succeeded and these have failed. ഡെമോക്രസിയും ഡെവലപ്മെൻറ്റും ഒരുമിച്ച് പോകുമോ എന്നുള്ളതാണ്. ജനാധിപത്യം, വികസനം. So this implies to democracy and development when these are dealt with as interdependent or independent of each other, that is whether they are compatible or not. അതായത് ഈ രണ്ട് കൺസെപ്റ്റിനെയും പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമോ, അതോ വേറിട്ട് ഡീൽ ചെയ്യേണ്ട കൺസെപ്റ്റാണോ, എങ്ങനെയാണ് ജനാധിപത്യം വികസനവുമായി പൊരുത്തപ്പെട്ട് പോകുന്നത്, അതോ വികസനം എന്നത് വേറിട്ട ഒരു തലത്തിലാണോ, ജനാധിപത്യം എന്നത് വേറിട്ട തലത്തിലാണോ, എങ്ങനെ ഇതിനെ രണ്ടിനെയും കൂടി പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് യൂണിറ്റ് പ്രസൻസ് ആൻ ഓവർവ്യൂ ഓഫ് ദി അസസ്മെൻറ്റ് ഓഫ് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ആസ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഫിനോമിന ആൻഡ് ആൾസോ ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ഹാവിംഗ് ഡിസ്കസ്ഡ് ബ്രീഫ്ലി ദ എവല്യൂഷൻ ഓഫ് ഡെമോക്രസി ആൻഡ് ദ മോഡൽസ് ആൻഡ് ദ സ്ട്രാറ്റജീസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, ദിസ് യൂണിറ്റ് ഡിസ്കസസ് ദ ഡെമോക്രസി ഇൻ ഇന്ത്യ ആസ് ബോത്ത് പ്രൊസീജിയർ ആൻഡ് സബ്സ്റ്റാൻറ്റീവ്. അപ്പോഴിത് ഈ ഒരു യൂണിറ്റിൽ ഡെമോക്രസിയും അതിൻ്റെ മോഡൽസ്, ഇതിൻ്റെ സ്ട്രാറ്റജീസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന തരത്തിൽ ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇതിലൂടെ നമ്മൾക്ക് തുറന്നു തരുന്ന കാര്യങ്ങൾ എന്തെന്നാൽ ഡെമോക്രസിയുടെ ആ ഒരു എങ്ങനെയാണ് അത് രൂപപ്പെട്ട് ഇന്ത്യയിലെ ജനാധിപത്യ തലങ്ങളിലേക്ക് അർത്ഥവത്തായത്, അപ്പോഴത് വികസനപരമായ കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഊന്നൽ നൽകിയത്. അപ്പോൾ പ്രൊസീജിയർ ആൻഡ് സബ്സ്റ്റാൻറ്റീവ് എന്ന തരത്തിൽ രണ്ട് തരം ഡെമോക്രസി ഉണ്ട്. ഇപ്പോൾ പ്രൊസീജിയർ ഡെമോക്രസിയുമുണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി ഇതെന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലെസണിലൂടെ മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ഡെമോക്രസി? അപ്പോൾ ആദ്യം നമുക്ക് ഡെമോക്രസി എന്താണ് എന്നത് നോക്കാം. ജനാധിപത്യം. യു സി, ഫോളോവിങ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ അഡോപ്റ്റഡ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവേണൻസ്. Institutions of democracy in India in fact began to grow during the colonial rule. They evolved through various acts of the British India government and as a result of the demand within India and a section in England. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ അപ്പോൾ സ്വീകരിച്ചത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ്. ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ തുടങ്ങി വെച്ചത് അത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളും, ആ കൊളോണിയൽ റൂളിനെ തുടർന്ന് തന്നെയാണ് അത് വളർന്ന് വികസിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ അതിൻ്റേതായ പരിപൂർണ രൂപത്തിലേക്ക് എത്തപ്പെട്ടതും. ദ ഇവോൾവ്ഡ് ത്രൂ വേരിയസ് ആക്ട്സ് ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിമാൻഡ് വിത്തിൻ ഇന്ത്യ ആൻഡ് എ സെക്ഷൻ ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യം എന്നത് അതിനുവേണ്ട നിയമങ്ങളെല്ലാം ആരംഭത്തിലേ ആക്ട് കൊണ്ടുവന്നതെല്ലാം വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യ തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റാണ് ആക്ടിന് രൂപം കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ അവർ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ ആവശ്യപ്പെട്ടത് എന്തെന്നാൽ ഇന്ത്യയിൽ തന്നെ അതിന് പര്യാപ്തമായ രീതിയിലുള്ള ഭരണ സംവിധാനം ഇന്ത്യയിലുള്ളവർക്കുണ്ടാവണം. അപ്പോൾ സ്വതന്ത്രമായ ഇന്ത്യയിലുള്ളവർ ഇന്ത്യ ഭരിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതിന് പര്യാപ്തമായ നിയമങ്ങൾ നിലവിലുള്ളത് പൊളിച്ചെഴുതേണ്ടതുണ്ട്. So the provisions of democracy found their place in the Government of India Acts of 1909, 1919, 1935. അപ്പോൾ ഇവിടെ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്ന രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന രീതിയിൽ എന്തെല്ലാമാണെന്ന് നോക്കിക്കേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1909, 1919, then 1935. ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നോ? ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിയമങ്ങളായിരുന്നു.
Following the deliberations within the Constituent Assembly, democracy was introduced in the post-independence India in 1950 with the coming into effect India's Republican Constitution. അപ്പോൾ ജനാധിപത്യം അതിൻ്റെ അർത്ഥതലങ്ങളിൽ ഇന്ത്യയിലെ ജനതയ്ക്ക് ഇന്ത്യക്കാരെ ഭരിക്കണമെന്ന തരത്തിലുള്ള ആശയത്തിലേക്ക് ഊന്നി കൂടുതൽ ആക്ട് ഇവിടെ നടപ്പിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധപൂർവം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് രൂപം കൊടുത്തു. അപ്പോൾ ജനാധിപത്യം എന്നുള്ള ആശയത്തിന് കൂടുതൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇന്ത്യയിൽ 1950 ആ ഒരു പീരീഡിൽ ഈ ഒരു ആശയം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡെമോക്രസി എന്നുള്ള ആശയം 1950 ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് അത് ഫലപ്രദമായി ഇന്ത്യാസ് റിപ്പബ്ലിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലാണത് ഫലവത്തായിട്ട് അത് നിലവിൽ മാറിയത് 1950 കാലയളവിൽ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യ ഓപ്റ്റഡ് ഫോർ ദ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ ഓർഡർ ടു മേക്ക് ദ നേഷൻ സ്റ്റേറ്റ് ഓർ മോഡേണിറ്റി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി ആൻഡ് പീരിയോഡിക് ഇലക്ഷൻ ഇൻ കോൺട്രാസ്റ്റ് ടു ദ വില്ലേജ് ലെവൽ ഗവൺമെൻറ് ഇൻ ദി ലൈറ്റ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ്. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ആ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഫെഡറൽ സിസ്റ്റം, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിലുള്ള പ്രിൻസിപ്പിൾ എന്താണ്? യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസിയ, സാർവത്രികമായി എല്ലാവർക്കും വോട്ടവകാശം. അതിൻ്റെ ബേസിൽ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തണം, ജനങ്ങൾ വോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിലവിൽ ഉള്ള വില്ലേജ് ലെവൽ ഗവൺമെൻറ് എന്നുള്ളത് പ്രധാനമായും വന്നത് എങ്ങനെയാണ്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം ഒരു പ്രദേശത്തിൻ്റെ വികസനം നിലകൊള്ളുന്നത് അവിടുത്തെ ആ പ്രദേശം ഗ്രാമാന്തരങ്ങളിലാണ്. അപ്പോൾ ഗ്രാമത്തിൻ്റെ വികസനം സാധ്യമായാലേ പ്രദേശം മൊത്തത്തിൽ വികസിക്കുകയുള്ളൂ എന്നുള്ള ഗാന്ധിയൻ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വില്ലേജ് ലെവൽ ഗവൺമെൻറ്റും അതിന് കോൺട്രാസ്റ്റ് എന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും പ്രാധാന്യം ലഭ്യമാകുന്ന ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് സിസ്റ്റമാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ. ദി അസസ്മെൻറ്റ് ഓഫ് ഡെമോക്രസി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ the indices used in indicative or measure it. There are mainly two models of indices regarding democracy. One related to the institutional minimal procedural democracy, two related to substantive or effective democracy. അപ്പോൾ രണ്ട് മോഡലുണ്ട് ഡെമോക്രസിയുടെ. അപ്പോൾ ഡെമോക്രസിയുടെ ഒന്നാമത്തെ മോഡൽ ഏതാ? ഇൻസ്റ്റിറ്റ്യൂഷണൽ മിനിമൽ പ്രൊസീജിയറൽ ഡെമോക്രസി. രണ്ടാമത്തേതോ ഇറ്റ് റിലേറ്റഡ് ടു സബ്സ്റ്റാൻറ്റീവ് ഓർ എഫക്റ്റീവ് ഡെമോക്രസി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രധാനമായിട്ടും വിശദമായി പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ്, നിലവിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇവിടെ നിലവിലുള്ള മറ്റ് അസോസിയേഷൻസ്, മറ്റ് ഓർഗനൈസേഷൻസ്, ഇവിടെ നടക്കുന്ന പീരിയോഡിക് ഇലക്ഷൻസ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി, ലീഡർഷിപ്പ്, ഇവയെല്ലാം തന്നെ ഏതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയാൻ സാധിക്കാം? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഡെമോക്രസി എന്ന രീതിയിലാണ്. അപ്പോൾ ഇതെല്ലാം സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഡെമോക്രസി ഇൻ ടേംസ് of the presence of the institutions of the political institutions and above all this. Okay. The latter does not consider the institutional or procedural electoral democracy. ഇപ്പോൾ രണ്ടാമത്തെ കേസ് ഏതാണത്? സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയാണ്. അതിനകത്തേക്ക് നോക്കിയാലോ അതിൽ യാതൊരു തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ പ്രൊസീജിയർ ഓർ ഇലക്ടറൽ ഡെമോക്രസി അതിനകത്ത് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആസ് കോംപ്രഹെൻസീവ് ഇൻഡിക്കേറ്റർ ഓഫ് ഡെമോക്രസി. ഓക്കെ. ദ ഇലക്ടറൽ ഡെമോക്രസി ഇൻ ഫാക്ട് ഈസ് എ മിനിമലിസ്റ്റ് which is also marked by a large number of factors which are inimical substantive to democracy. It is rarely concerned with what happens before but what happens beyond elections in the social space. അപ്പോൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ടും എന്താണ്, ഒന്നും മറ്റൊന്നിൽ നിന്നും എങ്ങനെയാണ് വേർതിരിച്ച് നിലകൊള്ളുന്നത് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ഡിബേറ്റാണ് ഇതിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തേത് എന്താണ് എന്ന് പരിശോധിക്കാം. ഓക്കെ. ഡെമോക്രസിയിലെ പ്രൊസീഡുവർ എന്ന് പറയാം, പ്രൊസീഡുറൽ, ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രൊസീഡുറൽ എന്നാണ്, പ്രൊസീഡുറൽ ഡെമോക്രസി. അപ്പം അത് പറയുമ്പോഴേക്കും പ്രൊസീജിയർ ഡെമോക്രസി എന്ന് പറയാം. ഓരോരോ പ്രൊസീജിയേഴ്സ് അതിൻ്റെ പിന്നിലുണ്ടാവും. നോക്കാം എന്താണ്. ദ ഒബ്സർവേഴ്സ് ഓഫ് ദി പ്രൊസീഡുറൽ ഡെമോക്രസി ലാർജ്ലി ബിലീവ് ദാറ്റ് ഡെമോക്രസി ഇൻ ഇന്ത്യ ഹാസ് ബീൻ സക്സസ്ഫുൾ. ഇന്ത്യയിലെ ജനാധിപത്യം വളരെ വിജയപ്രദമായിട്ടുള്ള ഒന്നാണ് എന്നാണ് ഇതിനെപ്പറ്റി പിന്താങ്ങുന്നവരുടെ അഭിപ്രായം. ദ ക്രൈറ്റീരിയ ഫോർ ദിസ് അസസ്മെൻറ്റ് ആർ പാർട്ടിസിപ്പേഷൻ ആൻഡ് കോമ്പറ്റീഷൻ.
These are indicated by the frequency of the elections in India and the competition among political parties to contest elections. അപ്പോൾ ഇതിലുള്ള ക്രൈറ്റീരിയ എന്താണ്? പാർട്ടിസിപ്പേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. ദീസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ ദ ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് കോമ്പറ്റീഷൻ എമംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്ന? പ്രൊസീജിയറൽ ഡെമോക്രസി എന്ന് പറയുമ്പോഴേക്കും അതായത് പാർട്ടിസിപ്പേഷനും ഉണ്ട്, കോമ്പറ്റീഷനും ഉണ്ട്. എങ്ങനെയാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്? അതായത് നമ്മളുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് പാർട്ടീസ് ഇവിടെയുണ്ട് അല്ലേ? ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതും അതിനോടനുബന്ധിച്ച് കോമ്പറ്റീറ്റീവായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നതും ഒക്കെ ആ ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. ദ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഔട്ട് ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് പോൾഡ് ബൈ പാർട്ടീസ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ പാർട്ടിസിപ്പേഷനും കോമ്പറ്റീഷൻ ആര് തമ്മിൽ? പാർട്ടികൾ തമ്മിൽ. പെർസെൻറ്റേജ് എങ്ങനെയാണ് വരുന്നത്? പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വോട്ട് പോൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ പാർട്ടിക്കും കിട്ടുന്ന വോട്ടിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് എത്രയാണ്. അപ്പോൾ അതാണ് പാർട്ടിസിപ്പേഷൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് നിലകൊള്ളുന്നത്. സോ ഈ അപ്രോച്ചിൻ്റെ അഡ്വക്കേറ്റ്സിൻ്റെ ആ ഒരു ആർഗ്യുമെൻ്റ് എന്താണ്? ദി അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് അപ്രോച്ച് ആർ ബയോയൻ്റ് അബൌട്ട് ദ സക്സസ്. അവർ ശരിക്കും പരിപൂർണ ഒപ്റ്റിമിസം കീപ്പ് ചെയ്യുന്നവരാണ്. അവർക്ക് ഈ ജനാധിപത്യത്തിൻ്റെ വിജയത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ്. കാരണം എന്തെന്നാൽ ഇലക്ടറൽ പൊളിറ്റിക്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഇലക്ടറൽ പൊളിറ്റിക്സ് വിച്ച് ഈസ് ടേക്കൺ ആസ് ദ ജനറൽ പാറ്റേൺ ഓഫ് സക്സസ് ഓഫ് ഡെമോക്രസി. അതായത് ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ സാധാരണ രീതിയിലുള്ള വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഏതാണ്? ഇലക്ടറൽ പൊളിറ്റിക്സ് ആണ്. Those who see success of democracy in terms of elections, participation and competition follow survey methods to measure democracy. അപ്പോൾ ജനാധിപത്യത്തെ അളക്കണം, ജനാധിപത്യം സക്സസ് ആണോ എന്നത് അളക്കുന്നത് തന്നെ ചില സർവേ മെത്തേഡിലൂടെയാണ്. കാരണം ഇവിടെ ഇലക്ഷൻ നടക്കുന്നു, അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല ഒരു തെളിവായിട്ടാണ് കണക്കാക്കി പോരുന്നത്. അപ്പോൾ ഇലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ അളക്കുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ജനാധിപത്യം ഇന്ത്യയിൽ തികച്ചും വിജയമാണ്. കാരണം ജനാധിപത്യത്തിൽ നമ്മൾ അളക്കുന്നത് ഇലക്ഷനിലൂടെയാണ്. അവിടെ നല്ല രീതിയിലുള്ള പങ്കാളിത്തം ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ആ പങ്കാളിത്തത്തിൻ്റെ ഇടയിലൂടെ നോക്കുമ്പോഴേക്കും മത്സരത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്ന പാർട്ടികളാണെങ്കിലോ പരസ്പര മത്സരം, കോമ്പറ്റീഷൻ. അപ്പോൾ പാർട്ടിസിപ്പേഷനും കോമ്പറ്റീഷനും ഇവിടെ നിലവിലുണ്ട്. വിവിധ പാർട്ടികൾ എല്ലാവരും ഒരുപോലെ തങ്ങളുടെ പാർട്ടിയിൽ വേണ്ടത്ര രീതിയിലുള്ള പങ്കാളിത്തം ആളുകളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സർവേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഡെമോക്രസിയെ മെഷർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു ഓരോ പാർട്ടിക്കാരും. They infer the dominant trends in the election in terms of turnout and percentage of vote or use of statistical method, then correlation, coefficient or registration analysis. അപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്നത് എന്തെന്നാൽ പ്രധാനമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയാണ്? പലതരത്തിലുള്ള ഇലക്ഷൻ്റെമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കോഎഫിഷ്യൻ്റ്, റിഗ്രഷൻ അനാലിസിസ് ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അപ്പോൾ കോറിലേഷൻ ഇങ്ങനെയുള്ള മെത്തേഡ് അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യുകയാണ് എത്രത്തോളം ജനാധിപത്യത്തിൻ്റെ ആ ഒരു വിജയം ഇവിടെ നേടുവാനായിട്ട് ഇലക്ഷനിലൂടെ ഓരോ പാർട്ടിക്കും കഴിയുന്നു എന്നുള്ളത്. ദേ ആർ ദ മൾട്ടി വേരിയബിൾ റിലേഷൻഷിപ്പ് ഓഫ് ദ ടേൺ ഔട്ട് പെർസെൻറ്റേജ് ആൻഡ് പാർട്ടിസിപ്പേഷൻ വിത്ത് ദ സോഷ്യോ എക്കണോമിക് ഡേറ്റ ഇൻ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസീസ് on the grounds that this analysis is based on survey and take into account the socio-economic and political factors of a particular region, and it is called എക്കോളജിക്കൽ അനാലിസിസ്. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള ഒരു കണക്കുകൂട്ടൽ, അവിടുത്തെ ജനങ്ങളുടെ ചായ്വ്, അവിടുത്തെ പാർട്ടിയുടെ സ്വാധീനം, അവിടുത്തെ ജാതിപരമായിട്ടുള്ള ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അവസാനം അവിടെയുള്ള ആളുകൾ ഒരു കാൽക്കുലേഷൻ നടത്തുകയാണ്. ആ പ്രാദേശിക തലങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷൻ, അതിനെ എക്കോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നു. ഹൗവർ സം ആർ നോട്ട് ബാക്ക്ഡ്. However, some of the scholars who follow survey-based analysis feel that survey analysis are full of errors. അതാണ് ഇടയ്ക്കൊരു മിസ്റ്റേക്ക് വന്നത്, എന്ത് കറക്റ്റ് ചെയ്യുകയാണ്. അതായത് ചില സ്കോളേഴ്സ് പറയുന്ന കാര്യം എന്തെന്നാൽ ഈ ജനാധിപത്യത്തിൻ്റെ സക്സസ് ഇലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ അനാലിസിസും ഓരോ സർവേയും എല്ലാം നടത്തുമ്പോൾ അതിനകത്ത് സർവേ അനാലിസിസിൽ നിറയെ തെറ്റുകൾ വന്നുകൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആകണമെന്നില്ല. ദേ ഡു നോട്ട് പ്രൊവൈഡ് ഡേറ്റ ഫോർ ദ പീരീഡ് ബിറ്റ്വീൻ ഇലക്ഷൻസ്. ഇലക്ഷനെ ബേസ് ചെയ്തുള്ള കാലയളവിലെ ഡേറ്റയാകണം അവർ പ്രൊവൈഡ് ചെയ്യണത് എന്നുള്ളതിന് നിർബന്ധവുമില്ല. അതുകൊണ്ട് ഇൻഡിപെൻഡൻസിനെ തുടർന്നുള്ള ഫസ്റ്റ് 15 ഇയേഴ്സിലേക്കുള്ള ആ ഒരു അനാലിസിസ് നോക്കിയാൽ
സ്കോളേഴ്സ് ലൈക്ക് രജനി കോത്താരി, അതുപോലെ തന്നെ എം ഫ്രാൻഡ, പോൾ ആർ ബ്രാസ്, ഫീൽഡ് ആൻഡ് മൈറോൺ വൈനർ യൂസ് ദ സർവേ മെത്തേഡ്. ഇവർ സർവേ മെത്തേഡ് യൂസ് ചെയ്തു. എന്തിനാ? കണ്ടക്ടിങ് ഇലക്ഷൻ സ്റ്റഡീസിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സർവേ മെത്തേഡ് അവർ ഉപയോഗിച്ചു. എന്നിട്ടോ ആൾ കൈൻഡ് ഓഫ് ഫാക്ടേഴ്സ്, ക്രൈം, കാസ്റ്റ്, റിലീജിയൻ എക്സെട്ര ബിക്കയും എഫക്റ്റീവ് ഇൻ ഇലക്ഷൻസ്. അവർ കണ്ടുപിടിച്ച കാര്യം എന്താണ്? കുറ്റകൃത്യമുള്ള ആളുകൾ, അതേപോലെ തന്നെ കാസ്റ്റ്, അതുപോലെ റിലീജിയൻ, ഇങ്ങനെയുള്ള പല എഫക്റ്റീവ് ഘടകങ്ങളും ഇലക്ഷനിലെ പ്രാധാന്യം കിട്ടിയതായിട്ട് മനസ്സിലായി. അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ആ ഒരു പശ്ചാത്തലമുള്ളവർ പോലും ഇലക്ഷനിൽ മത്സരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ദ സർവേ മെത്തേഡ് ഹാസ് ബീൻ ക്യാരീഡ് ഫോർവേഡ് ബൈ സെവറൽ സ്കോളേഴ്സ് ആൻഡ് ഡ്യൂറിങ് ദ പാസ്റ്റ് 2 decades ദ സൈക്കോളജിസ്റ്റ് ഹാവ് ആൾസോ യൂസ്ഡ് ഇറ്റ്. സൈക്കോളജിസ്റ്റ് അല്ല, സർവേ മെത്തേഡ് മുന്നോട്ട് ഫോളോ ചെയ്തിരുന്ന പലരുമുണ്ട്. ബൈ സെവറൽ സ്കോളേഴ്സ്, പല പണ്ഡിതന്മാരും അത് ഫോളോ ചെയ്തിരുന്നു. ആൻഡ് ഡ്യൂറിങ് ദ പാസ്റ്റ് 2 decades ആരാണ്? സിഫോളോജിസ്റ്റ്. ഈ സിഫോളോജിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? സിഫോളോജിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇലക്ഷനും അതിനോടനുബന്ധിച്ചുള്ള അനാലിസിസും സ്റ്റഡീസും എല്ലാം നടത്തുന്ന ആൾക്കാരായിരിക്കാം സിഫോളോജിസ്റ്റ് എന്ന് പറയുക. അവരും ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പ്രൊസീജിയറൽ ഡെമോക്രസി വാസ് മെൻറ്റ് ടു കോൺട്രിബ്യൂട്ട് ടു ദ നേഷൻ ബിൽഡിംഗ് ഇൻ ഇന്ത്യ. രാഷ്ട്ര നിർമ്മാണത്തിന് പ്രൊസീജിയറൽ ഡെമോക്രസിയുടെ സംഭാവന നന്നായിട്ടുണ്ട് എന്നുള്ള ആ ഒരു അഭിപ്രായമുണ്ട്. ദ ഫോക്കസ് ഓഫ് സ്റ്റഡീസ് ഓൺ ഡെമോക്രസി ഇൻ ഇന്ത്യ in the earlier decades following independence had been to examine as to how it helped in the nation building through the introduction of the universal adult franchise and periodic elections. അതായത് ഇവിടെ വോട്ടവകാശം നടപ്പിലാക്കുന്നു ഇന്ത്യയിലെ. അത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ആ ഈ വോട്ടവകാശം, അതിനെ തുടർന്ന് വരുന്ന ഇലക്ഷൻ, കാലാകാലങ്ങളിൽ പീരിയോഡിക്കായിട്ട് വരുന്ന ഇലക്ഷൻ, അതെല്ലാം പ്രൊസീജിയറൽ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ. ഇറ്റ് വാസ് നോൺ ആസ് ദി മോഡർണൈസേഷൻ തിയറി. അപ്പോൾ ഇത് മോഡർണൈസേഷൻ തിയറി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ദ മോഡർണൈസേഷൻ തിയറി ക്ലെയിംഡ് ദാറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് അണ്ടർവെൻറ്റ് എ പ്രോസസ് ഓഫ് മോഡർണൈസേഷൻ. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളും ഡെവലപ്പിംഗ് കൺട്രീസ് ഏറ്റെടുക്കുന്നു. ഹൂസ് അൾട്ടിമേറ്റ് എയിം വുഡ് ബി സ്റ്റേബിൾ ഡെമോക്രസി. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഡെമോക്രസിയെ നിലനിർത്തുക എന്നുള്ളതാണ്, സ്റ്റേബിൾ ഡെമോക്രസി. ഇറ്റ് വുഡ് ബി അക്കമ്പനീഡ് വിത്ത് ദ സോഷ്യോ എക്കണോമിക് മോഡർണൈസേഷൻ, അർബനൈസേഷൻ, സ്പ്രെഡ് ഓഫ് മാസ് മീഡിയ, എഡ്യൂക്കേഷൻ, വെൽത്ത് ആൻഡ് ഇക്വാലിറ്റി. It was believed that the development in India would strengthen democracy and the divisions based on caste, religions, etc. would disappear. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് എന്തെന്നാൽ ഡെമോക്രസിയെ കൂടുതൽ ശക്തിപ്പെടുത്തണം, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോഡർണൈസേഷൻ പോളിസിയും അതിനു വേണ്ടിയിട്ടുള്ള ചില മാറ്റങ്ങൾ എന്ന രീതിയിൽ ജനാധിപത്യ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും സാർവത്രികമായിട്ട് വോട്ടവകാശവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സംവിധാനവും എല്ലാം ശക്തമാക്കിയത്. Then it would be accompanied with the socio-economic modernization. സാമ്പത്തികവും സാമൂഹ്യവുമായ ചില മാറ്റങ്ങൾ, നഗരവൽക്കരണം, അതേപോലെ തന്നെ മാസ് മീഡിയയുടെ പ്രചരണം, വിദ്യാഭ്യാസം, വെൽത്ത് ആൻഡ് ഇക്വാലിറ്റി, ഇങ്ങനെയുള്ള ആശയങ്ങളിൽ ഊന്നിയുള്ളതാണ് പ്രാധാന്യം എന്ന് ഇവിടെ കൊടുക്കുക എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കാസ്റ്റ്, റിലീജിയൻ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡിവിഷൻ എല്ലാം തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് കൊണ്ട് ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കില്ല. അത് തീർച്ചയായിട്ടും ഇല്ലാതെയാകേണ്ടതുമുണ്ട് എന്ന ആശയവും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൗവർ ദീസ് ഹോപ്സ് വെയർ ബിലൈഡ് ഇൻ ദി ഫോളോയിങ് പീരീഡ്. സലിക് ഹാരിസൺ അപ്രഹെൻഡഡ് എ ഡേഞ്ചറസ് ഡിക്കേഡ് ഇൻ ഇന്ത്യ ഇൻ ദ 1960s ഇൻ ദ ഫേസ് ഓഫ് റിക്കറൻറ്റ് ലിംഗ്വിസ്റ്റിക് ആൻഡ് എത്നിക് വയലൻസ്. ഇത് 1960കളിൽ ഇവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ഭാഷാപരമായിട്ടുള്ള, അതായത് സംസ്ഥാനങ്ങളെ വേർതിരിക്കുന്നത്, ആ ലിംഗ്വിസ്റ്റിക് ആൻഡ് എത്നിക് വയലൻസ് എന്ന രീതിയിലൂടെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വയലൻസ് വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദി 1950s ഇറ്റ്സെൽഫ് വാസ് ഫർദർ എസ്കലേറ്റഡ് ഇൻ 1960s ആൻഡ് 70s. അപ്പോൾ ഇവിടെ രാജ്യത്തിനുള്ളിൽ 50കളിൽ പൊട്ടിപ്പുറപ്പെട്ട ചില വയലൻസ് അത് പിന്നീട് വീണ്ടും ഉയർന്ന് വരുന്ന കാഴ്ചയാണ് 60കളിലും 70കളിലൊക്കെ ഉണ്ടായത്. അത് 1967 കാലയളവിലെ സെവറൽ സ്റ്റേറ്റ്സിലെ കോൺഗ്രസ്സിന് പരാജയം സംഭവിച്ചു. അപ്പോൾ ഈ അസംബ്ലി ഇലക്ഷൻസിൽ എല്ലാം തന്നെ കോൺഗ്രസ്സിന് ഈ കാലയളവിലെ, അതായത് 67 പീരീഡിലെ പരാജയം സംഭവിച്ചപ്പോഴേക്കും
അതുപോലെ ആ ഒരു സാഹചര്യത്തിൽ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി ഇൻ ദി കൺട്രി ഡ്യൂറിങ് 75, അതുപോലെ 77 പീരീഡിൽ എന്ത് ഇമ്പോസ് ചെയ്തു? ഇമ്പോസിഷൻ ഓഫ് എമർജൻസി. അതെല്ലാം തന്നെ ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. ഈ എമർജൻസി എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ ഇമ്പോസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നപ്പോഴേക്കും അതിൽ പൊതുവെ ജനങ്ങൾക്ക് എന്തായിരുന്നു? അതൃപ്തിയായിരുന്നു. അപ്പോൾ ആ കാലയളവിലുണ്ടായ രാഷ്ട്രീയമായ വെല്ലുവിളികളെ ജനാധിപത്യപരമായി നേരിടുന്നതിൽ പരാജയപ്പെടുകയാണ് പൊളിറ്റിക്കൽ സൈഡിൽ ഉണ്ടായത്. സോ അണേബിൾ ടു മീറ്റ് ചലഞ്ച് ഡെമോക്രാറ്റിക്കലി ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് responded to this by authoritarianism, personalization of the institutions and imposition. So scholars responded to emergency as an aberration. അപ്പോൾ ഇവിടെ ആ എമർജൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതൃപ്തി ഉളവാക്കിയത്. സം സ്കോളേഴ്സ് ആർ ക്രിട്ടിക്കൽ ഓഫ് ദി മോഡേണൈസേഷൻ തീസിസ്. അപ്പോൾ ഈ മോഡേണൈസേഷൻ തീസിസിനെ, അപ്പോൾ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന ചില മാറ്റങ്ങളാണ്, പക്ഷേ അതിനെ പലരും എന്ത് ചെയ്യുന്നുണ്ട്? വിമർശിക്കുന്നുണ്ട്. The predominance of the modernization approach cast in the behavioralist structural functional analysis accorded priority to the question whether India would survive as a nation state or not. അപ്പോൾ ആ ഒരു പീരീഡ് നമ്മൾ ഈ ഒരു 60 മുതൽ 70 എന്നുള്ള കാലയളവൊക്കെ കണക്കിലെടുക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ക്രൈസിസ്, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില അസ്ഥിരതകളെല്ലാം നിലനിന്നിരുന്നൊരു കാലയളവ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ആ ഒരു അസ്ഥിരമായ സാഹചര്യത്തിൽ നിന്നും രാജ്യത്തിനെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി ഒരു ചോദ്യം മുന്നിൽ വരികയാണ്. ഈ ഒരു സിറ്റുവേഷനിലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ എന്ന്, ഈ പ്രൊസീജിയർ ഡെമോക്രസി അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങളെ നയിക്കുവാനായിട്ടും ജനാധിപത്യം നിലനിർത്തുവാനും സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി. ദ ക്രിട്ടിക് ഓഫ് പ്രൊസീഡുറൽ ഡെമോക്രസി ഈസ് പ്രൊവൈഡഡ് ബൈ ദി സ്കോളേഴ്സ് ഹു സ്റ്റഡി ദ സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി. ഇൻ ദെയർ ഒപ്പീനിയൻ ഇറ്റ് വ്യൂസ് ഡെമോക്രസി ഇൻ എ ലിമിറ്റഡ് വേ. ഡെമോക്രസിക്ക് ചില പരിമിതികളുണ്ട് ഏതിലെ? പ്രൊസീഡുറൽ ഡെമോക്രസിയിൽ. അതുകൊണ്ട് തന്നെയാണ് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയുടെ ഇമ്പോർട്ടൻസും ഇവിടെ പറയുന്നത്. പ്രൊസീഡുറൽ ഡെമോക്രസിയെ വിമർശിക്കുന്നവർ പറയുന്നത് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി ആണ് കൂടുതൽ ഉചിതം എന്നതാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ഡെമോക്രസി അത് തികച്ചും ഒരു ലിമിറ്റഡ് വേയിലാണ് അത് നിലകൊള്ളുന്നത്. അപ്പോൾ ഇലക്ടറൽ ഡെമോക്രസി അതൊരു മിനിമൽ ഡെമോക്രസി എന്ന രീതിയിലാണ് ഉള്ളതെന്ന കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി, പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ്, അവൈലബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര ആർ നോട്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഫോർ ഡെമോക്രസി. ഇതൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മൾ കണ്ട പ്രൊസീഡറൽ ഡെമോക്രസിയുടെ അതിനെ പിന്തുണയ്ക്കുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി, പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ്, അവൈലബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഇതൊന്നും തന്നെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻസ് ആവില്ല. അവ ആവശ്യമുള്ള ഘടകങ്ങളാണ്, എന്നാൽ അത് മാത്രം പോരാ. ദോ ദേ ആർ നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എന്നതാണ് ഇവരുടെ വാദം. ഡെമോക്രസി ഹാസ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ദി സൊസൈറ്റി ആൻഡ് ടേക്കൺ ഔട്ട് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡിൽ നിന്ന് മാറേണ്ടതാണ്. ദിസ് അൾട്ടർനേറ്റീവ് വ്യൂ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യത്തെ ശരിയായ രീതിയിൽ നമുക്ക് കാണുവാനും വീക്ഷിക്കുവാനും അതിൻ്റേതായ പ്രായോഗിക തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകുവാനും സാധിക്കില്ല എന്നൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഡെമോക്രസിയുടെ അൾട്ടർനേറ്റീവ് വ്യൂ എന്ന രീതിയിലാണ് സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ബീത്തം ആർഗ്യൂഡ് ഫോർ എ സോഷ്യൽ അജണ്ട ഓഫ് ഡെമോക്രാറ്റൈസേഷൻ. ബീത്തം അവർ പറയുന്നത് സോഷ്യൽ അജണ്ട, ഡെമോക്രാറ്റൈസേഷൻ ഒരു സോഷ്യൽ അജണ്ട തന്നെ ഉണ്ട്. ഡെമോക്രസി ഹാസ് ടു ബി ഗ്രൗണ്ടഡ് ഇൻ ദ റിയാലിറ്റി ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണോ ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിൽ നിന്നായിരിക്കണം ജനാധിപത്യം സ്ഥാപിക്കേണ്ടതും നിലനിർത്തേണ്ടതും. അപ്പാർട്ട് ഫ്രം ദി പാർട്ടിസിപ്പേഷൻ ആൻഡ് കോമ്പറ്റീഷൻ ഇൻ ദ ഇലക്ഷൻസ്.
ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനുണ്ട്, ഇവിടെ മത്സരങ്ങൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ടില്ല മത്സരങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടുത്തെ സമൂഹത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ആ യാഥാർത്ഥ്യത്തിൽ ഊന്നിയുള്ള ജനാധിപത്യമാണ് ഇവിടെ വേണ്ടത്. ഫരീദ് സക്കറിയ however criticizes the substantive democracy in that it views democracy in the normative terminology as good governance. With a wider range of rights, it does not consider the descriptive democracy. അപ്പോൾ തികച്ചും ജനാധിപത്യത്തിൻ്റെ ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ, വളരെ വിപുലമായ അവകാശങ്ങളും അധികാരങ്ങളും ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഡിസ്ക്രിപ്റ്റീവ് ഡെമോക്രസിയിലേക്ക് വരുമ്പോഴേക്കും അതിനെ ഒന്നും തന്നെ ഒരു നോർമാറ്റീവ് ടെർമിനോളജിയിൽ ആ ഒരു നല്ല ഭരണത്തിൻ്റേതായ രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ ജനാധിപത്യം എന്നത് ഒഴിവാക്കാനാവാത്ത ഘടകമാണ്. ഇൻ ദ പാസ്റ്റ് 2 decades in India, substantive democracy has also found a significant place in the discourse on democracy. The assessment of substantive democracy is sought to be made in relation to the role of the state on the issues concerning the nation-state secularism, welfareism, development in India, and also the role of the state regarding the issues of the context of ഗ്ലോബലൈസേഷൻ. രാജ്യം ഇന്ന് ആഗോളവൽക്കരണവുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യം മോഡേണൈസേഷൻ്റെ ഭാഗമെന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മോഡേണൈസേഷനുമായിട്ട് രാജ്യത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൽ വെൽഫെയറിസത്തിന്, ഡെവലപ്മെൻറ്റിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ റോള് വളരെ വിപുലമാണ്. ആ സ്റ്റേറ്റിൻ്റെ റോളെന്ന് പറയുന്നത് തന്നെ ജനാധിപത്യം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കാണ് ആധിപത്യം നൽകേണ്ടത്. ജനങ്ങളുടേതായ ആ ഒരു സൊസൈറ്റിയുടേതായ റിയാലിറ്റി എന്താണ് അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളണം. അങ്ങനെയാവുമ്പോഴേക്കും മതേതരത്വം, അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നീരജ ജയാൽ argued that there are 2 types of arguments regarding the relationship between the state and democracy. അവരുടെ അഭിപ്രായം ആരാണ്? നീരജ ജയാൽ. അവർ പറയുന്ന കാര്യം എന്തെന്നാൽ 2 തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സാണ് സ്റ്റേറ്റും ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പിൽ നിലകൊള്ളുന്നത്. 1. There can be no democracy without an effective state. ജനാധിപത്യം കൂടാതെ ഒരു ഫലപ്രദമായ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല. Which can exist where there is a strong civil society to counter the authoritarianism of the state. അതായത് ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഇവിടെ ശക്തമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പെരുമാറുകയാണ്, ഏകാധിപതിയായിട്ട് പെരുമാറുകയാണെങ്കിൽ അതിനെ തടയിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൗരസമൂഹം ഉണ്ടാവണം. വളരെ ശക്തമായ ഒരു പൗരസമൂഹത്തിന് മാത്രമേ സ്റ്റേറ്റിൻ്റെ ഏകാധിപത്യ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ് ഇവിടെ നിലവിലുണ്ടാവണം, ഗവൺമെൻറ്റിൻ്റെ ഭരണം വേണം. എന്നാൽ അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ആധിപത്യ മനോഭാവത്തോടു കൂടിയുള്ള ഭരണത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഡെമോക്രസി അത് എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? സിവിൽ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസും ഉണ്ട്. അതുകൊണ്ട് സിവിൽ സൊസൈറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് ഡെമോക്രസി സ്ഥാപിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. So both state and society are complementary to each other in relation to the setting up of democracy. അതുകൊണ്ട് ജനാധിപത്യം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് സ്റ്റേറ്റ് അതുപോലെ തന്നെ സൊസൈറ്റി. ബട്ട് ഇൻ ദി അബ്സെൻസ് ഓഫ് ദ യൂണിവേഴ്സൽ ക്രൈറ്റീരിയ ഓഫ് സിറ്റിസൺഷിപ്പ്, ദ പർട്ടിക്കുലാറിസ്റ്റിക് ഇൻട്രസ്റ്റ് ക്യാൻ ഹൈജാക്ക് ദ പ്രോജക്റ്റ് ഓഫ് ഡെമോക്രസി. പ്രത്യേക താല്പര്യം, പർട്ടിക്കുലാറിസ്റ്റിക് ഇൻട്രസ്റ്റ്. ഇവിടെ യൂണിവേഴ്സൽ പ്രാപഞ്ചികമായിട്ട് എല്ലാവരെയും തുല്യത, എല്ലാവരും സമൂഹത്തിലെ തുല്യരാണ്, സമഭാവനയോടുകൂടി എല്ലാവരെയും മാനിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും ചില ഡെമോക്രസിയിൽ തന്നെ ഇവിടുത്തെ ഡെമോക്രസിയുടെ കാവൽക്കാരായിട്ട് ഭരണം നടത്തുന്ന ആൾക്കാർ, ഭരണകർത്താക്കൾ വ്യക്തി താല്പര്യത്തെ എന്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലർക്ക് പ്രാധാന്യം കൊടുക്കുകയും ചിലരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത് ജനാധിപത്യത്തിന് നിരക്കുന്ന കാര്യം അല്ല. So in her opinion, Indian state is an ഇൻ്റർവെൻഷനാലിസ്റ്റ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെൻഷനാലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും അവിടെ പ്രധാനമായിട്ടും എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻ്റർവെൻഷനാലിസ്റ്റ് സ്റ്റേറ്റ്. ഈ ഇൻ്റർവെൻഷനാലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും അവിടെ പ്രത്യേകിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൂസ് ട്രസ്റ്റ് ഹാസ് ബീൻ ഡെവലപ്മെൻറ്റൽ റാദർ ദാൻ വെൽഫെയർ. അപ്പോഴവിടെ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ആവണം. അതേപോലെ തന്നെ
വെൽഫെയർ എന്നുള്ള അതിനും ഇമ്പോർട്ടൻസ് കിട്ടേണ്ടതുണ്ട്. എന്നാൽ പോലും അവിടെ എന്ത് വേണമെന്നാണ് പറയുന്നത്, അവിടെ തീർച്ചയായിട്ടും വെൽഫെയറിനോടൊപ്പം ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. വെൽഫെയർ എടുക്കണം, എന്നാലും സിവിൽ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കിട്ടേണ്ടതുണ്ട്. സിവിൽ സൊസൈറ്റി വളരെ എസെൻഷ്യലാണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇൻ ഇന്ത്യ ദർ ആർ 2 വ്യൂ പോയിൻറ്റ്സ് ഓൺ ദ സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ച് 2 കാഴ്ചപ്പാടുണ്ട്. വൺ, ഇറ്റ് കൺസിഡേഴ്സ് ആൾ അസോസിയേഷൻസ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻസ് ആ സിവിൽ സൊസൈറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇഷ്യൂസ് ദേ ടേക്ക് അപ്പ്. 2, only those associations which take up 2 issues of the universal significance, not sectarian, and whose foundation is secular or universal are considered civil society. അപ്പോൾ ഒരു സിവിൽ സൊസൈറ്റി ഒന്ന് നോക്ക്. അങ്ങോട്ട് നോക്കുമ്പോഴേക്കും എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്താണ്? സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയുടെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2 വ്യൂ പോയിൻറ്റ്സ് ആണ് സിവിൽ സൊസൈറ്റിയിൽ പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1, ഇറ്റ് കൺസിഡേഴ്സ് ആൾ അസോസിയേഷൻസ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻസ് ആ സിവിൽ സൊസൈറ്റി. ഇവിടെയുള്ള എല്ലാ സംഘടനകളും ആ സംഘടനകളുടെ തലത്തിൽ നടക്കുന്ന കളക്റ്റീവ് ആക്ഷൻസ് എല്ലാം സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. ദെൻ ഈ സിവിൽ സൊസൈറ്റിയിൽ അവിടെ അവർ കൈകാര്യം ചെയ്യുന്ന ഇഷ്യൂസ് അത് ഇറസ്പെക്റ്റീവുമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാലോ, ദോസ് അസോസിയേഷൻസ് വിച്ച് ടേക്ക് അപ്പ് 2 ഇഷ്യൂസ് ഓഫ് യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ്. എല്ലാത്തിൻ്റെയും പ്രാധാന്യവും പരിഗണനയും എല്ലാം കൊടുത്തുകൊണ്ട് എല്ലായിടങ്ങളിലും അതിൻ്റേതായ സിഗ്നിഫിക്കൻസ് എന്ന രീതിയിൽ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന അസോസിയേഷൻസ്, സംഘടനകൾ, അത് പാർട്ടി സംഘടനകളാവാം. ആൻഡ് ഹൂസ് ഫൗണ്ടേഷൻ ഈസ് സെക്കുലർ ഓർ യൂണിവേഴ്സൽ ആർ കൺസിഡേർഡ് സിവിൽ സൊസൈറ്റി. അപ്പോൾ ഇതെല്ലാം തന്നെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായി നിലകൊള്ളുന്നതാണ്. ദെൻ ദ ന്യൂ ഡിബേറ്റ് ഹാസ് നോട്ട് എ മൊമെൻറ്റം ഇൻ അവർ കൺട്രി റീസെൻ്റ്ലി. ദ ഡിബേറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റേറിയൻസ് ആൻഡ് ദ ലിബറൽ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ കമ്മ്യൂണിറ്റീസ്, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച, സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഏതെല്ലാം സംഘടനകൾ, പാർട്ടി സംഘടനകൾ, അവരേറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ, അവർ ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റേറിയൻസ് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ലിബറൽസ് എന്ന രീതിയിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ, അപ്പോൾ ഇവരുടെ ഇടയിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള റിലേഷൻസ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സീനിലേക്ക് നാം നോക്കുമ്പോൾ സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയിലെ ദ റൈസ് ഓഫ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ദ റൈസ് ഓഫ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഇവരെയൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. OBCs, ദളിത്, വുമൺ, ട്രൈബൽസ്, ഇവരുടെയൊക്കെ ആ ഒരു എത്തിനിസിറ്റി, അവരുടേതൊക്കെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇതെല്ലാം ന്യൂ സോഷ്യൽ മൂവ്മെൻ്റ് ആയിട്ട് വരാനിടയായി. ആൻഡ് ദ ഇനേബിലിറ്റി ഓഫ് ദ ഡിസ്കോഴ്സ് വിച്ച് പ്രിവിലേജസ് ഡെമോക്രസി വിത്ത് ഇലക്ഷൻസ് ഹാവ് നെസസിറ്റേറ്റഡ് ദ ഫോക്കസ് ഓൺ സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി. ഇപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയുടെ ഫോക്കസ് നൽകുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇവരെ ഒന്നും തന്നെ മുന്നിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പായിട്ടൊന്നും ഡെമോക്രസിയിൽ കണക്കാക്കി പോകുന്നത്. അത് ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ആവശ്യമുള്ള ഘടകങ്ങളായിട്ട് തീരുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ദളിത്, OBCs, വുമൺ, ട്രൈബൽസ്, ഇവരെല്ലാം ഇലക്ഷൻ്റെ സമയത്ത് മാത്രം മതി. അവരെ ഒന്നും ഇലക്ഷനിൽ മത്സരിപ്പിക്കുവാനോ അവരെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരുവാനോ അവരുടേതായ എത്നിസിറ്റിയെ തുടർന്നോ അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസിനെ തുടർന്നോ അവരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇലക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇലക്ഷൻസുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇഷ്യൂസും ഉണ്ട്, ഇവരെയും ഒക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസിയുടെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ. So this has been viewed both a challenge to the nation state and as an increase in the democratic content of the country, with the understanding that India is becoming more democratic, a position which Ashutosh Varshe opted. അതായത് നമ്മൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ജനതയെയും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കുടികൊള്ളുന്ന കുറേ ജനങ്ങൾ എന്ന രീതിയിൽ ദളിത് വിഭാഗം, OBCs, വുമൺ, ട്രൈബൽസ്, അപ്പോൾ ഇവർ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മതി, അല്ലാതെ അവരുടെ മറ്റൊരു ജനാധിപത്യപരമായ കാര്യങ്ങളിലും ഇടപെടാൻ അവർക്ക് അവസരം ഇല്ലാതെ വരുന്നൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡെമോക്രാറ്റിക് കണ്ടൻറ്റ് കൂടുതൽ ഇൻക്രീസ് ചെയ്യണം. അത് നേഷൻ സ്റ്റേറ്റ് എന്ന രീതിയിൽ എല്ലായിടത്തും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഇവരുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച ഇവരുടെയൊക്കെ കാര്യങ്ങൾ എടുത്താൽ അതൊക്കെ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്ന് വേണം രാജ്യം നേരിടുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആശുതോഷ്
വർഷേ അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് ഐഡിയ എന്ന് പറയുമ്പോഴേക്കും മോർ ഡെമോക്രാറ്റിക് ആവേണ്ടതുണ്ട് ഇന്ത്യ. അപ്പോൾ എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? അതിൻ്റെ ആത്യന്തികമായ അർത്ഥതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണോ? അപ്പോൾ ഇവരെ പോലെയുള്ള ദളിത്, OBC, വുമൺ, ട്രൈബൽസ്, അവരുടെ ആ ഒരു പശ്ചാത്തലം ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് അവർക്കും കൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയുള്ളൂ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് ദ മോസ്റ്റ് ആർഡൻറ്റ് ക്രിട്ടിക് ഓഫ് നേഷൻ സ്റ്റേറ്റ് പെർസ്പെക്റ്റീവ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ദ സ്കോളേഴ്സ് റെപ്രസെൻറ്റിംഗ് ദ പെരിഫറീസ് ഓഫ് ദ കൺട്രി ലൈക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അതായത് രാജ്യത്തിലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ഇത് കൂടുതൽ പ്രകടമാകുന്നത്. ജനാധിപത്യം എന്നത് അത്ര കണ്ട് വിപുലമായ അർത്ഥത്തിലൊന്നുമില്ല. ഈ മോസ്റ്റ് പാർട്ട് ഓഫ് നോർത്തേൺ ഈസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ എടുക്കുമ്പോഴേക്കും അവിടെയൊക്കെ ഇവരുടെയൊക്കെ ആധിക്യം കൂടുതലുണ്ട്, ദളിത്, OBCs. അപ്പോൾ ആ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ അവർ തള്ളപ്പെട്ടു പോകുന്നുണ്ട്, വളരെയധികം താഴോട്ട്. എന്താ പറയുക, അവർക്കൊന്നും ഒരു കാര്യങ്ങളിലും ഒരു പ്രാധാന്യം കൊടുക്കാതെ അവിടെ ജാതിപരമായി മുന്നിൽ നിൽക്കുന്നവരും സമ്പത്തുള്ളവരും ആൾക്കാർ മാത്രമാണ് പൊളിറ്റിക്സിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ധാരാളം ഇഷ്യൂസ് ഗവേണൻസുമായി, സിവിൽ സൊസൈറ്റിയുമായി, സിവിൽ ക്യാപിറ്റൽ, ഹ്യൂമൻ റൈറ്റ്സ്, ഈ വക കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിപുലപ്പെടുത്തുകയും അവരെയെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ പൊളിറ്റിക്സിൻ്റെ ഭാഗമാകേണ്ട ദളിത്, OBC, വുമൺ, ട്രൈബൽ ഗ്രൂപ്പ് അവരെയൊക്കെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരികയും അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി പ്രവർത്തനത്തിലേക്ക് ആനയിക്കുമ്പോഴൊക്കെ അല്ലേ ജനാധിപത്യം എന്നത് കൂടുതൽ അതിൻ്റെ അർത്ഥതലം കൂടുതൽ ഭംഗിയാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അത് വന്നു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഡിസെൻട്രലൈസേഷൻ ഇമ്പോർട്ടൻസ് കിട്ടി, ഡെമോക്രസി കൂടുതൽ ഡെമോക്രറ്റൈസ്ഡ് ആക്കി, താഴെത്തട്ടിലേക്ക് കൂടി അധികാരം നൽകപ്പെട്ടി. അങ്ങനെ അധികാരം നൽകപ്പെട്ടപ്പോഴേക്കും സ്ത്രീകൾക്കും അവർക്കും അധികാരം ലഭിക്കുന്നത്, OBCക്ക്, ദളിതിനൊക്കെ ഗ്രാസ് റൂട്ട് ലെവലിൽ അധികാര തലങ്ങളിൽ ഇടം കിട്ടുന്ന തരത്തിലേക്ക് വന്നു. ഇതിന് മുൻപെന്ന് നോക്കുമ്പോഴേക്കും ഡൊമിനൻ്റ് സോഷ്യൽ ഗ്രൂപ്പ് മാത്രമായിരുന്നു ഇവിടെ നിലനിരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് നിന്നിരുന്നത് അവർ മാത്രമാണ്. ലോക്കൽ സെൽഫ് ഗവേണൻസിൻ്റെ ഭാഗമെന്ന രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട നേരത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഡൊമിനൻ്റ് ഗ്രൂപ്പായിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ മാത്രമായിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് 73rd 74th സാധ്യമായി അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയതോടുകൂടി മാത്രമാണ് ലോക്കൽ സെൽഫ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് നിരാലംബരായ സ്ത്രീകൾക്കും അതേപോലെ തന്നെ OBC, ട്രൈബൽ ഗ്രൂപ്പ്സിലുള്ളവർക്ക് ഒക്കെ കുറേയെങ്കിലും ജനാധിപത്യ പ്രക്രിയയിലെ ഭാഗമാകുവാനായിട്ട് അവസരം വന്നത് എന്ന് പറയാം. സോ ദിസ് ഡിഫീറ്റഡ് ദ വെരി പർപ്പസ് ഓഫ് ഡെമോക്രസി. അപ്പോൾ റൂട്ട് ലെവലിൽ നിന്ന് ദളിതിന്, OBCസിന് അവർക്കെല്ലാം ഇങ്ങോട്ട് വരാൻ പറ്റിയത് ഇതിനോടുകൂടി മാത്രമാണ്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഓഫ് 73rd and 74th. അതിനുശേഷം മാത്രമാണ് ഇവർ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുവാനായിട്ടുള്ള അവസരം വന്നു ചേർന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനു മുൻപ് പലവിധ തടസ്സങ്ങളുമായിരുന്നു. ഡെമോക്രാറ്റിക് ഡിസെൻട്രലൈസേഷനും അതിനെ കത്തിവയ്ക്കാനായിട്ട് പലതും നോക്കി, അതിനെ തടസ്സപ്പെടുത്താൻ നോക്കി. പ്രത്യേകിച്ചും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള സ്ത്രീകളൊക്കെ കൂടുതൽ ശാക്തീകരിച്ചു വരുന്നത്, അത് ചില പുരുഷന്മാർക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെടാതെ വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും വീട്ടിൽ തന്നെ ഒതുക്കണം എന്ന തരത്തിലുള്ള, അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്കും താഴെത്തട്ടിലുള്ള ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ ഒന്നും തന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ടുള്ള രീതിയിലെ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ശ്രമിച്ചിട്ടില്ലേ എന്നതും പറയുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യം എന്നത് കൂടുതൽ ശാക്തീകരിക്കുന്നത് സമൂഹത്തിലുള്ള ആ സിവിൽ സൊസൈറ്റി എന്ന് നാം പറയുമ്പോൾ അവിടെ ഉൾപ്പെടുന്ന വിവിധ ജനവിഭാഗങ്ങൾ ആരൊക്കെയാണോ ആ വിവിധ ജനവിഭാഗങ്ങളിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാകുവാൻ അവസരം കിട്ടുമ്പോൾ മാത്രമാണ് ഇന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഡെമോക്രസി രണ്ട് വിധമുണ്ട്. സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി, അതേപോലെ തന്നെ ഏതൊക്കെയാണ് പ്രൊസീഡ്യൂറൽ ഡെമോക്രസി. പ്രൊസീഡ്യൂറൽ ഡെമോക്രസി എന്താണ്, സബ്സ്റ്റാൻറ്റീവ് ഡെമോക്രസി എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ക്ലാസ് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.